നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാസർഗോഡ് നിന്നും അതീവ ദുഃഖകരമായ നടക്കുന്ന ഒരു വാർത്ത. കാസർഗോഡ് പനത്തടി പാറക്കടവിൽ മകളോടും ബന്ധുവിനോടും പിതാവിന്റെ കൊടും ക്രൂരത. 17 വയസ്സുള്ള മകളുടെയും ബന്ധുവായ 10 വയസ്സുകാരിയുടെ ദേഹത്ത് ആസിഡ് ഒഴിച്ചിരിക്കുകയാണ്. കർണാടക കരിക്കി ആനപ്പാറയിലെ KC മനോജാണ് പ്രതി. ഇയാളാണ് ഈ കുട്ടികൾക്ക് നേരെ ആസിഡ് ആക്രമണം നടത്തിയിരിക്കുന്നത്. രാജപുരം പോലീസ് കേസെടുത്തു. പ്രതി ഒളിവിലാണ്. പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ ആയിരിക്കുന്നത്. പനത്തടി പാറക്കടവ് എന്ന സ്ഥലത്ത് ബന്ധു വീട്ടിലാണ് മകൾ ഉണ്ടായിരുന്നത്. റബ്ബർ ഷീറ്റിനായി ഉപയോഗിക്കുന്ന ആസിഡ് ആയിരുന്നു കുട്ടികളുടെ ദേഹത്ത് ഇയാൾ ഒഴിച്ചത്. മകളെ കൂടാതെ സഹോദരന്റെ 10 വയസ്സുള്ള മകൾക്ക് നേരെയും ഇയാൾ ആസിഡ് ഒഴിച്ചു. ആക്രമണത്തിൽ 2 കുട്ടികൾക്കും ഗുരുതര പൊള്ളലാണ് ഏറ്റിരിക്കുന്നത്. ആസിഡ് വളരെ മാരകം തന്നെയാണ്. അത് ദേഹത്ത് വീണാൽ സംഭവിക്കാവുന്ന ആ ഒരു മുറിവ് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ, ആ ഒരു ഘട്ടത്തിലൂടെയാണ് കുട്ടികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഗുരുതര പൊള്ളലാണ് 2 കുട്ടികൾക്കും ഏറ്റത്. മകളുടെ കൈക്കും കാലിനുമാണ് പൊള്ളലേറ്റത്. 10 വയസ്സുകാരിയുടെ മുഖത്താണ് പൊള്ളലേറ്റത്. അതിക്രമത്തിന് ശേഷം ഇയാൾ ഒളിവിൽ പോയിരിക്കുകയാണ്. ഇയാൾക്കായി തിരച്ചിൽ തുടങ്ങിയതായി പോലീസ് വ്യക്തമാക്കി. കൊലപാതക ശ്രമം, വീട്ടിൽ അതിക്രമിച്ച് കയറൽ, ഗുരുതരമായ ആസിഡ് ആക്രമണം എന്നീ വകുപ്പുകൾ രാജപുരം പോലീസ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ഇയാളും ഭാര്യയും കുറച്ചു കാലമായി പിണങ്ങി താമസിക്കുകയായിരുന്നു. മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്നതിനാലാണ് ഭാര്യ മാറി താമസിച്ചിരുന്നത്. അതിനെ തുടർന്നുണ്ടായ വിരോധമാണ് മകളെയും ബന്ധുവായ കുട്ടിയെയും ആക്രമിച്ചതെന്നാണ് പോലീസിൽ നിന്ന് കിട്ടുന്ന വിവരം. എന്തായാലും ഇയാളെ കണ്ടെത്തുക എന്നത് വലിയൊരു ശ്രമം തന്നെയാണ്. അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ആസിഡ് ആക്രമണങ്ങൾ അത് ഗുരുതര, ഈ മുഖത്തിന്റെ ഘടന വരെ മാറ്റുന്ന തരത്തിലാണ് പല ആസിഡ് ആക്രമണങ്ങളും നീങ്ങുന്നത്. ആ ഭാഗം പൊള്ളിപ്പോകും. മുഖം തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാകുന്ന സാഹചര്യത്തിലേക്ക് പലപ്പോഴും എത്തിക്കാറുണ്ട്. ആസിഡ് ആക്രമണം എന്നത് ആസിഡോ അത്തരത്തിലുള്ള വസ്തു ഉപയോഗിച്ച് ആക്രമിക്കുന്ന ഒരു ആക്രമണമാണ്. അത്തരമൊരു ആക്രമണം ചിലപ്പോൾ ശരീരത്തിൻ്റെ വികലത, ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകൾ, ചില സന്ദർഭങ്ങൾ അത് മരണകാരണം വരെ ആകാറുണ്ട്. ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഇരകൾക്ക് ജീവിതകാലം മുഴുവൻ പൂർണ്ണ വൈകല്യം അല്ലെങ്കിൽ അത്തരത്തിൽ വിഷാദം, അവരുടെ രൂപഘടന മാറുക, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നയിക്കപ്പെടും. അതിജീവിച്ചവർക്ക് വൈദ്യസഹായവും നിയമസഹായവും പുനരധിവാസവും പല സംഘടനകളും നൽകുന്നുണ്ട്. ഇന്ത്യയിൽ ഓരോ വർഷവും കുറഞ്ഞത് 300 മുതൽ 500 ആസിഡ് ആക്രമണ കേസുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. 2013 തുടക്കം വരെ ഇന്ത്യയിൽ ആസിഡ് ആക്രമണ കേസുകൾക്ക് പ്രത്യേക സ്ഥിതിവിവര കണക്കുകൾ ഉണ്ടായിരുന്നില്ല. കാരണം ഇന്ത്യൻ ക്രിമിനൽ നിയമം ഇതൊരു പ്രത്യേക കുറ്റകൃത്യമായി അംഗീകരിച്ചിരുന്നില്ല. 2013 ഇന്ത്യൻ പീനൽ കോഡിലെ ഭേദഗതി പ്രകാരം ആസിഡ് ആക്രമണ സംഭവങ്ങൾ ഇപ്പോൾ സെക്ഷൻ 326A, 326B പ്രകാരം പ്രത്യേക കുറ്റകൃത്യമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേസുകളുടെ എണ്ണത്തിൽ കുത്തനെ വർധനവുണ്ടായിരിക്കുകയാണ്. ആസിഡിന്റെ വിൽപ്പനയും സംഭരണവും നിയന്ത്രിക്കുന്നത് സംബന്ധിച്ച് ലക്ഷ്മി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ സുപ്രീം കോടതി മാർഗനിർദ്ദേശം നിലവിലുണ്ട്. പക്ഷേ ആസിഡ് ഇപ്പോഴും എളുപ്പത്തിൽ ലഭ്യമാകുന്ന തരത്തിൽ തന്നെ വിപണികളിൽ സജീവമാണ്. സ്ത്രീകൾക്കെതിരായ എല്ലാത്തരം അക്രമങ്ങളും ലിംഗാധിഷ്ഠിത വിവേചനത്തെ എതിർക്കുന്നതിന് നിലവിലുള്ള നിയമങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്ന വനിതാ നിധി സംരംഭത്തിന്റെ ഭാഗമാണ് സോഷ്യോ ലീഗൽ ഇൻഫർമേഷൻ സെന്റർ ആസിഡ് ആക്രമണത്തിനെതിരെ ചില പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട്. എന്താണ് സോഷ്യോ ലീഗൽ ഇൻഫർമേഷൻ സെന്റർ ചെയ്യുന്നത്? ആസിഡ് ആക്രമണത്തിൽ നിന്ന് അതിജീവിച്ച പുരുഷന്മാരുണ്ടെങ്കിലും ഈ സംരംഭത്തിന്റെ പ്രധാനമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സ്ത്രീകളാണ്. ജുഡീഷ്യറിയാണ് അതിജീവിച്ചവരുടെ നഷ്ടപരിഹാരത്തിനും പുനരധിവാസത്തിനും നേതൃത്വം നൽകുന്നത്. ആസിഡ് ആക്രമണത്തിന് ശേഷമുള്ള അതിജീവിച്ച വ്യക്തിയുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുക, തുടർന്നുള്ള പുനരധിവാസം എന്നിവ ഉറപ്പാക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. മുൻഗണനാപരമായ വൈദ്യ ചികിത്സയാണ് ആദ്യപടി. പോസ്റ്ററുകൾ, പരിശീലന സെക്ഷനുകൾ, ബ്രോഷറുകൾ എന്നിവയിലൂടെ അടിയന്തര വൈദ്യസഹായത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നത് മുതൽ ഇരയ്ക്കും അവരുടെ കുടുംബത്തിനും മനഃശാസ്ത്രപരമായ കൗൺസിലിംഗ് സേവനങ്ങൾ നൽകൽ, നഷ്ടപരിഹാരത്തിനായി നിയമസഹായം നൽകൽ, വിചാരണ നടപടിക്രമങ്ങൾ പിന്തുടരൽ എന്നിവ വരെയുണ്ട്. പ്രക്രിയയിലുടനീളം ഇരയ്ക്കൊപ്പം നിൽക്കുന്നുമുണ്ട്. ലക്ഷ്മി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലെ സുപ്രീം കോടതി വിധിയെ അടിസ്ഥാനമാക്കി ഇടക്കാല നഷ്ടപരിഹാരത്തിനും പരിവർത്തൻ കേന്ദ്ര യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലെ സുപ്രീം കോടതി വിധിയെ ആശ്രയിച്ച് അത്തരം നഷ്ടപരിഹാരവും പുനരധിവാസവും വർദ്ധിപ്പിക്കുന്നതിന് ഇരയുടെ അഭിഭാഷകർ സംസ്ഥാന സർക്കാരുകൾക്കും ബന്ധപ്പെട്ട അധികാരികൾക്കും പ്രാതിനിധ്യ കത്തുകൾ അയക്കുകയും അല്ലെങ്കിൽ റിട്ട് ഹർജികൾ ഫയൽ ചെയ്യുകയും ചെയ്യുന്നു. ഏതെങ്കിലും അതിജീവിച്ചയാളുടെ വിദ്യാഭ്യാസം നിർത്തലാക്കപ്പെട്ടാൽ ശരിയായ നെറ്റ്വർക്കിംഗ് ചാനലുകളിലൂടെയും ഗവൺമെന്റിലൂടെയും അത് തുടരാൻ തങ്ങളുടെ സംരംഭം അതിജീവിച്ചയാളെ സഹായിക്കുന്നുണ്ട്. വനിതാ കമ്മീഷനുകൾ, സംസ്ഥാന നിയമസേവന അതോറിറ്റികൾ, വനിതാ ശിശു വികസന വകുപ്പുകൾ തുടങ്ങിയ സർക്കാർ സംഘടനകളുമായും ഡോക്ടർമാരുമായും
വിവരങ്ങളുമായും അവർ ശേഖരിക്കുന്ന വിവിധ കേസുകളെയും അനുബന്ധ ഡേറ്റയെയും കുറിച്ച് അവരെ അറിയിക്കുന്നതിനായി SLIC പതിവായി മീറ്റിംഗുകൾ നടത്തുന്നുണ്ട്. അതിജീവിച്ചവർക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനും അവരുടെ പുനരധിവാസത്തിനും സഹായിക്കുന്ന സംഘടനകളുമായും ഇത് ബന്ധപ്പെടുന്നു. ആക്രമണങ്ങൾ രേഖപ്പെടുത്തുന്നതിനും പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നതിനും അതിജീവിച്ചവർക്ക് പിന്തുണ ശേഖരിക്കുന്നതിനുമായി പുസ്തകങ്ങളും റിപ്പോർട്ടുകളും പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിജീവിച്ചവർക്കുള്ള നഷ്ടപരിഹാരം, അതിജീവിച്ചവരുടെ പുനരധിവാസം, ആസിഡ് ആക്രമണത്തിൽ പരിക്കേറ്റ രോഗികളെ ചികിത്സിക്കാൻ സ്വകാര്യ ആശുപത്രികൾ വിസമ്മതിക്കുന്നുണ്ട്. ആസിഡ് വിൽപ്പന, പ്രതികൾക്ക് ജാമ്യം അനുവദിക്കൽ അല്ലെങ്കിൽ പോലീസ് ഭരണ സംവിധാനങ്ങളുടെ സംവേദനക്ഷമത, നിയമത്തിലെ മാറ്റങ്ങൾ, പൊതു ഇടങ്ങളിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമം, സ്ത്രീ സുരക്ഷ എന്നിവയൊക്കെ വലിയൊരു ആശങ്ക തന്നെയാണ്. എന്തായാലും ആസിഡ് ആക്രമണങ്ങൾ വലിയ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട്. അതിനെതിരെ ഒരു അവബോധം നൽകേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ തന്നെ പ്രണയ അഭ്യർത്ഥന നിരസിക്കുന്ന പെൺകുട്ടികളെ ഒരിടയ്ക്ക് ആസിഡ് കൊണ്ട് അവരുടെ മുഖത്തൊഴിച്ച് അവരെ വിരൂപമാക്കുന്ന അല്ലെങ്കിൽ അവരുടെ രൂപത്തെ തന്നെ മറ്റു രീതിയിലേക്ക് നയിക്കുന്ന തരത്തിൽ അത്രത്തോളം പകയോടെ ആസിഡ് പെൺകുട്ടികളുടെ മുഖത്തേക്ക് വലിച്ചെറിയുന്ന എത്രയോ പേരുണ്ട്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അപ്പോൾ ഇങ്ങനത്തെയുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കാതിരിക്കാൻ ഒരു അവബോധം നൽകേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ കാസർഗോഡ് സംഭവം നോക്കുകയാണെങ്കിൽ സ്വന്തം മകൾക്ക് നേരെയാണ് പിതാവ് ഇത്തരത്തിൽ ആസിഡ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഒന്നും അറിയാത്ത 2 കുട്ടികളാണ് ഇയാളുടെ ആക്രമണത്തിന് ഇരയായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ആസിഡുകൾ അത് വളരെ വിപണിയിൽ സജീവമാണ്, വിപണിയിൽ ലഭ്യമാണ്, എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും പോയി വാങ്ങാവുന്ന ഒരു വസ്തുവാണ്. അത് മറ്റു രീതിയിൽ കൂടി ഉപയോഗിക്കപ്പെടുന്നു അല്ലെങ്കിൽ മറ്റൊരാളുടെ ആക്രമിക്കാൻ വേണ്ടി കൂടി അത് ഉപയോഗിക്കപ്പെടുന്നു എന്നത് വളരെ ഭയാനകമായ അവസ്ഥ തന്നെയാണ്. അപ്പോൾ അതിന് എന്താണ് ചെയ്യാൻ പറ്റുക എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. ഇത്തരത്തിൽ ആക്രമണങ്ങൾ വർദ്ധിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്നതല്ലാതെ മറ്റൊരു മാർഗമില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.